ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് പപ്പ മൂവിയുടെ മോഷൻ പോസ്റ്ററിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രം. ദിലീപും ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും അങ്ങനെയൊരു ഈ മൂവർ കൂട്ടുകെട്ടിൽ പുതിയൊരു ചിത്രമാണ് ബബ്ബ എന്നത്. അതിൻ്റെ മോഷൻ പോസ്റ്റർ യൂട്യൂബിലൂടെ പുറത്തുവിട്ടു. അപ്പോൾ അത് ആദ്യം കണ്ടപ്പോൾ തന്നെ വളരെ ഒരു ഇമ്പ്രസീവായിട്ട് തോന്നി. വളരെ ഒരു പ്രതീക്ഷയുള്ളൊരു ചിത്രമായിട്ടാണ് എനിക്കത് ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. കാരണം വളരെ നല്ല രീതിയിലുള്ളൊരു മോഷൻ പോസ്റ്ററായിരുന്നു അവർ പുറത്തുവിട്ടത്. ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ധനഞ്ജയ് ശങ്കറാണ്. ധനഞ്ജയ് ശങ്കറിൻ്റെ ആദ്യത്തെ ചിത്രമാണ്, സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമാണ് ഈ ചിത്രം എന്ന് പറയുന്നത്. അദ്ദേഹം വിനീത് ശ്രീനിവാസിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹൃദയം, ജേക്കബിൻ്റെ സ്വർഗരാജ്യം തുടങ്ങിയ സിനിമകളിലെല്ലാം അദ്ദേഹം അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ്റെ അസിസ്റ്റൻ്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് ലവ് ആക്ഷൻ ഡ്രാമയിലും അദ്ദേഹം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അങ്ങനെ അതോടൊപ്പം പുലിമുരുകനിലും അദ്ദേഹം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു, വൈശാഖിൻ്റെ. അങ്ങനെ ഒട്ടനവധി സിനിമകളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് പപ്പ എന്നത്. അതും ദിലീപും അതോടൊപ്പം ധ്യാനും വിനീതും ഈ മൂന്ന് പേരുടെ ആ ഒരു കൂട്ടുകെട്ട് ആണ് നമുക്കൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ തരുന്നത്. ഇനി ഇതിലെ മോഷൻ പോസ്റ്റർ വീഡിയോ കാണുമ്പോൾ അതിലെ ഡയലോഗ്സൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി. അതായത് വിനീതും ദിലീപും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഡയലോഗ്സൊക്കെ വളരെ മനോഹരമായിട്ട്, പ്രത്യേകിച്ച് ഒരു വാളയാർ പരമശിവം ഫീല്, ഒരു റൺവേ ഫീല് നമുക്കത് കണ്ടപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടിയെത്തിയത് ആ ഒരു സിനിമയും ആ ഒരു ക്യാരക്ടറുമാണ്. വാളയാർ പരമശിവ റൺവേയിലെ സാറേ എന്നുള്ള ആ വിളിയൊക്കെ പെട്ടെന്ന് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ആ ഒരു ഫീലാണ്, അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടുള്ള ആ ഒരു റൺവേയിലെ ആ സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് എൻ്റെ മോഷൻ പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയത്. പപ്പ എന്ന ആ ഒരു സിനിമ ധനഞ്ജയ് ശങ്കറാണ് ഡയറക്ടർ. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ഷാൻ റഹ്മാനാണ്. ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഗോകുലം മൂവീസാണ്. ശ്രീ ഗോകുലം ഗോപാലൻ ഗോകുലം മൂവീസാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ആ ഒരു കോമ്പിനേഷൻ തന്നെ വളരെ നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ദിലീപേട്ടനും ധ്യാനും വിനീതും ആ ഒരു കോമ്പിനേഷൻ തന്നെ വളരെ ഫ്രഷായിട്ടൊരു കോമ്പിനേഷന്. അതോടൊപ്പം വിനീത് ശ്രീനിവാസൻ്റെ ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ദിലീപായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഒരു നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. ഏതായാലും റിലീസിന് വേണ്ടി വെയിറ്റിങ്. റിലീസൊന്നും എന്നാണെന്നറിയില്ല. ഏതായാലും വളരെ ഇമ്പ്രസീവായിട്ടൊരു മോഷൻ പോസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത്. ദിലീപ് ഒരു നെഗറ്റീവ് റോളാണോ എന്ന് തോന്നുന്നു. അതാണെങ്കിൽ സംഭവം കിടക്കുമെന്ന് കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. നെഗറ്റീവ് റോളാണെങ്കിൽ പൊളിക്കും. നല്ല ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഏതായാലും പപ്പ മോഷൻ പോസ്റ്റർ അടിപൊളിയായിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.